ഇത്ര നേരം? നിനക്ക് സ്കൂളിൽ പോകണ്ടേ? ഞാൻ സാറിന്റെ അടുത്ത് പോയിരുന്നതാ. എന്നാ വാ, കുളിപ്പിച്ചു തരാം. നിങ്ങളാരാ? രാമു. എന്താ വേണ്ടത്? സൈക്കിൾ റിക്ഷ? എനിക്ക് സൈക്കിൾ റിക്ഷ ഇല്ലല്ലോ. എനിക്കുണ്ട്, ഞാൻ സൈക്കിൾ റിക്ഷക്കാരനാ. എനിക്ക് വേണ്ട, ഞാനതിൽ കയറാറില്ല. സാറ് കാരണമെന്നില്ല, എന്റെ മെയിൻ റിച്ചാർജ് ഔട്ടല്ല, മെയിൻ മറ്റേതാ. മറ്റേത് തനിക്കെന്തോ പ്രാന്തണ്ടോ? സാറിന് മനസ്സിലായില്ലേ? സാറ് മാരേജ് ആണോ? താൻ എന്താടോ ചോദിക്കുന്നത്? സാറിന് ഇംഗ്ലീഷ് അറിയില്ലല്ലേ? അയ്യോ പാവം, കല്യാണം കഴിച്ചതാണോ? അറിഞ്ഞിട്ടിപ്പോ എന്ത് വേണം? അല്ല, കഴിച്ചാലില്ലെങ്കിൽ കുഴപ്പമില്ല. കല്യാണം കഴിച്ചിട്ടുണ്ട്, പൈപ്പിൽ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? ഇവിടെ ഞാനുണ്ട്. ഇറങ്ങി പോടോ പുറത്ത്, അല്ലെങ്കിൽ താൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. സാറ് തന്നെ ഞാനത് കൊള്ളു. ഞാൻ എത്രയോ നല്ല കൊളുത്തതാ. വാ സാർ, വാ വാ സാറ് വാ. നോക്ക് സാറേ, എന്താ സാറേ ഫാമിലി പെണ്ണ. സാറൊരു വാക്ക് പറഞ്ഞ മതി ഇതാവുകയെച്ച്. താനൊന്ന് ഇറങ്ങിപ്പോയി. അതിന്റെ കൂട്ടത്തിൽ ജോയിന്റ് ആയിട്ട് വേണമെങ്കിൽ ചാരായും അതും കൊണ്ടുതരാം. അടുത്ത വീട്ടിലെ മറിയിച്ചെടുത്തേക്ക് അതാ ബിസിനസ് അറ്റാച്ചഡാ. എടോ, തന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. ഇറങ്ങി പോവാൻ. അറേ, ഇപ്പൊ വേണ്ട, നാളെ മറ്റന്നാൾ ശരിപ്പെടുത്താം. ഓരോ എന്താ പറഞ്ഞോട്ടാ? ആ ലോഡ്ജില് പുതിയൊരു സാറ് വന്നിട്ടുണ്ട്. നിനക്കൊരു നൈറ്റ് ഡ്യൂട്ടി ഉറപ്പിക്കാൻ നേരം ഞാനൊന്ന് മുട്ടി നോക്കി. ആ തല എറിച്ചവൻ അടുക്കുന്ന ലക്ഷണമില്ല. അയ്യോ, അതെന്റെ സുധാകരൻ സ്കൂളിലെ സാറാണ്. ആണോ? ആ, അങ്ങേര് പഠിപ്പിക്കുന്ന സ്കൂളിലാണ് പഠിക്കുന്നെങ്കിൽ ഇവൻ ഗുണം പിടിക്കത്തില്ല. എന്തിനാ ചിന്താമോട്ടിനെ ചീത്ത പറയുന്ന? ഒന്നുമില്ല, പോ സ്കൂളിൽ പോയിക്കോ. എന്താണിതിൽ? എന്റെ ഷർട്ടായിരിക്കും. എന്നാ പിടിച്ചോ. അലക്കി ഇസ്തിരി ഇട്ടതാണ്. നീ പൊയ്ക്കോ, കുറച്ച് കഴിഞ്ഞു പോകും. ഞാനിവിടെ പഠിക്കാൻ വന്നതാണ്. വല്ലവരും കണ്ടാൽ മോശമാണ്. ആരും കാണില്ല, കാണാതെയാ വന്നത്. ബാബു പറഞ്ഞില്ലേ, വല്ലവരും. അവരാണ് എന്നെ എന്റെ തൊഴില് പഠിപ്പിച്ചത്. ആ, ചായ കുടിച്ചോ? ഇല്ല. ഞാൻ പോയി മേടിച്ചോണ്ട് വരട്ടെ? വേണ്ട, ചായ ഞാനിവിടെ ഉണ്ടാക്കുകയാണ് പതിവ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കാം. ഒരു പെണ്ണ് വീട്ടിലുള്ളപ്പോ ആണുങ്ങൾ അടുക്കളയോട് ചെയ്യരുത്. കുടിക്കാൻ മധുരവും കടുപ്പൊക്കെ മതിയോ നോക്ക്. എങ്ങനെ? കൊള്ളാം. ആ, ബാബുവിന്റെ മനസ്സ് എനിക്കറിയാം. ഈ ഉദ്ദേശത്തോടുകൂടി എന്നെ തുടരുത്. എന്റെ ശരീരത്തിന് വേണ്ടി അല്ലാതെ എന്നെ സ്നേഹിക്കുന്ന ഒരാളെ കുറിച്ച് എനിക്ക് ഓർക്കണം. അത് ബാബുവായിരിക്കണം. ആരുടേതാണ് ഈ ഫോട്ടോ? എന്റെ ചേച്ചിയുടേതാണ്.
അവരുടേതാണ് ഈ വീട്. ചേച്ചിയുടെ ഭർത്താവിന് ഡൽഹിയിലേക്ക് സ്ഥലം മാറ്റമായി. ചേച്ചിയും കൂടെ പോയി. എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ദിവസം ഉണ്ടാകില്ല, ഉണ്ടാകരുത്. ഇത് അച്ഛനും അമ്മയുമാണല്ലേ? അതെ. നിനക്കറിയില്ലേ? ഒരു അനിയനുണ്ട്. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. എന്നെ പഠിപ്പിച്ച് ഡോക്ടർ ആക്കണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. അവരുണ്ടായിരുന്നെങ്കിൽ ഞാനൊരു ടീച്ചറോ ടൈപ്പിസ്റ്റോ എങ്കിലും ആയനെ. വസൂരി വന്നാണ് അച്ഛൻ മരിച്ചത്. 6 മാസം കഴിഞ്ഞ് ഒരു ദിവസം രാത്രി അമ്മയ്ക്ക് പനി വന്നു. ഞാൻ കുരുമുളക് തിളപ്പിച്ചു കൊടുത്തു. രാവിലെ ഞാൻ ഉണർന്ന് നോക്കിയപ്പോ അമ്മ മരിച്ചു കിടക്കുകയായിരുന്നു. ശവമടക്കാൻ എന്റെ കയ്യിൽ പണമില്ലാതിരുന്നത് കൊണ്ട് അമ്മയുടെ ശവം മുനിസിപ്പാലിറ്റിക്കാർ കൊണ്ടുപോയി. ഞങ്ങളുടെ കുടിലിൽ ഞാനും എന്റെ അനിയനും ഒറ്റയ്ക്കായി. അനിയൻ മുല കുടിക്കുന്ന കുഞ്ഞായിരുന്നു. വിശപ്പ് സഹിക്കുക വയ്യാതെ അവൾ നിലവിളിച്ചു. അനിയനെ വാരിയെടുത്തു ഞാൻ തോളിലിട്ടു. അവനെ ജീവിപ്പിക്കണമെന്ന് തോന്നി. എനിക്ക് ജീവിക്കണമെന്നും. ജീവിക്കാൻ വേണ്ടി ഞാൻ റോഡിലേക്ക് ഇറങ്ങി. സാറേ വിശക്കുന്നു. എവിടെ തെണ്ടിത്തിരിഞ്ഞ് നടന്നാലും എന്നും സന്ധ്യയ്ക്ക് ഞാൻ എന്റെ കുടലിലെത്തുമായിരുന്നു. ഒരു കർക്കിടകത്തിൽ മഴയത്തും കാറ്റത്തും എന്റെ കുടൽ തകർന്നു വീണു. എന്നാ മോനെ, ഇന്ന് മോനെ അച്ഛൻ വരുമ്പോ മോനെ മുട്ടായി കൊണ്ടുവരും. ചേച്ചി ഞങ്ങൾക്ക് വിശക്കുന്നു, വല്ലതും തരൂ ചേച്ചി. പോടി അവിടുന്ന്. ഈ കുഞ്ഞിനെങ്കിലും ഒരു പിടി ചോറ് തരൂ ചേച്ചി. പോടി അവിടുന്ന്. കുഞ്ഞിന് ചോറ് കൊടുക്കുമ്പോഴാണോ വായി നോക്കിക്കൊണ്ട് വന്ന് നിൽക്കുന്നത്? പോ. എന്റെ അനുജന് കൊടുത്തേക്ക്. നീ ഒന്നും കഴിച്ചില്ലേ? പോയി വല്ലതും കഴിച്ചിട്ട് വാ. എന്റെ ജീവിതം ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും പീഡികത്തിനുകളിലുമായി. കൂലിപ്പണി എടുക്കുന്ന പിള്ളേര് തണുപ്പുള്ള രാത്രികളിൽ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. ഞാൻ എപ്പോ ചീത്തയായെന്ന് എനിക്കറിയില്ല. എങ്ങനെ ചീത്തയായിരുന്നു? പ്രായമായ പെണ്ണാണെന്ന് മനസ്സിലാക്കിയപ്പോ ഒരു പെണ്ണ് കാത്തു സൂക്ഷിക്കേണ്ടത് എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഈ തൊഴിലുകൊണ്ട് എന്നെ ഇങ്ങനെ ജീവിക്കാനാക്കിയത് ദാമോട്ടനാണ്. പെണ്ണെ, ഏതായാലും നീ ചീത്തയാണ്. എന്നാൽ പിന്നെ നല്ലവണ്ണം കാശ് വാങ്ങിച്ചിട്ട് ചീത്ത ആയിക്കൂടെ? ആരും തരുന്നില്ല ചേട്ടാ. അതെല്ലാം തരും, നമുക്ക് മേടിക്കാം. നീ വണ്ടിയിലോട്ട് കയറ്. കയറടി. ദാമുവേട്ടൻ എന്നെ മറിയ ചേട്ടത്തിയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. മരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ മരിക്കുമായിരുന്നു. എനിക്കതിന് കഴിയുന്നില്ല. എന്റെ അനിയന് വേണ്ടിയെങ്കിലും ഞാൻ ജീവിക്കണ്ടേ? കൊള്ളാമല്ലോടി, നീ ഇവനെയും വളച്ചോ? ആള് മോശമല്ലല്ലോ. ജയൻ, തെറ്റിദ്ധരിക്കരുത്. ഇവള് പിന്നെ വേണ്ട 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 വേണ്ട, ഒരു വിശദീകരണം വേണ്ട. എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. ഏതായാലും കാര്യം നടക്കട്ടെ.
യാ, ഞാനിപ്പോ ഇവിടെ വരരുതായിരുന്നു. ഐ എം സോറി. എടാ, മുൻവശ കഥ അടച്ചേക്കടാ. ഛേ, ഇയാൾ ബാബുവിന്റെ കൂട്ടുകാരനാണോ? അതെ, ഇവൻ എന്റെ കൂടെ പഠിക്കുകയാണ്. ബാബു ഇയാളുടെ കൂടെ കൂട്ടുകൂടരുത്. എനിക്ക് ഇയാളെ അറിയാം. ഇയാൾ കുടിക്കുകയും ചെയ്യും. ശരി, രാജിപ്പിക്കോളൂ. രാജി ഇനി ഇവിടെ വരരുത്. പൊയ്ക്കോളൂ. എന്താ ഇത്? എന്തിനാ കരയുന്നത്? ഞാനിവിടെ വരരുതെന്ന് പറഞ്ഞില്ലേ? ആളുകൾ അതുകൊണ്ട് പറയാൻ തുടങ്ങി. പോകൂ, പോകൂ. കാണിക്കയായി കാഴ്ച വെച്ചു നിർമാല്യം കൊണ്ടാരാധിക്കാൻ ആകാശയങ്ങൾ അല്ല, നീ എന്താ ഓർത്തുകൊണ്ടിരിക്കുന്നത്? രാമേട്ടന് ഒന്നുമില്ല, വെറുതെ. എന്നാ വാ. മറിയിട്ടെടുത്തി. എന്താണ് പെണ്ണെ? രാമേട്ടൻ വന്നിട്ടുണ്ട്, ഞാൻ പോകുന്നു. പോയിട്ട് വാ. വാ.